പച്ച മലയാളത്തിൽ പോകുന്ന ഒരു കാര്യം പറയാം. ലേഖന സ്വഭാവത്തിലുള്ള സംസാരം അതല്ലെങ്കിൽ അത്തരം ഒരു ഭാഷ മാറ്റി വെച്ചുകൊണ്ട് പച്ച മലയാളത്തിൽ പോകുന്ന ഒരു കാര്യം പറയാം. അതിനു മുന്നേ ഞാനൊരു കമന്റ് വായിച്ചോട്ടെ. അതായത് രമ്യ 5612 എന്ന പേരിൽ ഒരു വ്യക്തി, അദ്ദേഹം ഇന്നലത്തെ നമ്മുടെ വീഡിയോയുടെ ചുവട്ടിൽ 2 കമന്റുകൾ നൽകിയിട്ടുണ്ട്. അതിലൊന്ന്, ആ ശ്ലോകം എനിക്ക് ചൊല്ലാൻ പ്രയാസമുണ്ട്, കാരണം എനിക്ക് അതിന്റെ ഉച്ചാരണം ഒന്നും അത്ര നന്നായിട്ട് കിട്ടണമെന്നില്ല, എങ്കിൽ പോലും കാര്യം മനസ്സിലാക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഞാനതൊന്ന് ചൊല്ലുകയല്ല വായിക്കാം. തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ശ്ലോകത്തിന്റെ ആദ്യത്തെ വരി ഇങ്ങനെയാണ്: ഈശ്വര സർവഭൂതാനാം ഹൃദ്വേശേ തിഷ്ഠതി. അതിന് താഴെ എഴുതിയിരിക്കുന്നു എന്ന് ഭഗവാൻ കൃഷ്ണൻ തന്നെ പറയുന്നു. ഈ ശ്ലോകം ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതാണ്. ഭഗവാൻ വസിക്കുന്ന മനസ്സെന്ന അഴുക്കുചാല് ശുദ്ധിയാക്കുന്നതിന് പകരം ഗുരുവായൂർ ക്ഷേത്രക്കുളം ശുദ്ധി ചെയ്തിട്ട് ആർക്ക് എന്തു ഫലം? ഒരു കമന്റ് അതാണ്. രണ്ടാമത്തേത്, ഭാഗവതം, രാമായണം, ഭഗവത്ഗീത, ഉപനിഷത്തുകൾ ഒന്നും പരിചയമില്ല എന്ന് മനസ്സിലായി. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രമ്യ 5612 എന്ന് പറയുന്ന ആ വ്യക്തിക്ക് മാത്രമായിട്ടുള്ള ഒരു മറുപടിയല്ല. ഈ മനോഭാവം വെച്ച് പുലർത്തുന്ന ഈ നാട്ടിലെ സകലമാന രമ്യമാർക്കും രമ്യന്മാർക്കും വേണ്ടിയാണ് പോകൻ ഇത് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ സാധിക്കുമോ? അതായത് ഇന്നലെ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ആ വ്യക്തി നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ ക്ഷേത്രക്കുളത്തിൽ ഒരു റീൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുളത്തിലിറങ്ങി അവർ പാദം കഴുകി റീലെടുത്ത് മടങ്ങി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. പോങ്ങനും പോങ്ങന്റേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇവിടെ പങ്കുവച്ചു. സ്വാഭാവികമായിട്ടും അതിന് വന്ന മറുപടിയാണിത്. ഇതില് ഈ രമ്യ 5612 എന്ന് പറയുന്ന വ്യക്തിയുടെ 2 കമന്റിൽ 2 തരം ഭാവങ്ങളാണ്. ആദ്യത്തെ കമന്റിൽ എന്ന് പറഞ്ഞ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതായിട്ട് പറഞ്ഞു നമ്മുടെ മനഃശുദ്ധിയാണ് വലുത് എന്ന് പറയുന്ന ആ തരത്തിലുള്ള ഒരു പ്രയോഗം അവർ നടത്തുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ഔന്നത്യം അവർ പ്രകടമാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ പോങ്ങന്റെ മുന്നിൽ. അതായത് ഞാനിതൊക്കെ പഠിച്ച ഒരാളാണ്, എനിക്കിതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയുണ്ട്, നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഭാവമാണ് അവിടെ വന്നിട്ടുള്ളത്. എങ്കിൽ അടുത്ത ഒരു ഇതിൽ നിങ്ങൾ ഭഗവത്ഗീത, രാമായണം, ഭാഗവതം, ഉപനിഷത്തുകളൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇതൊന്നും നിങ്ങൾക്കറിയില്ല എന്ന് മനസ്സിലായി എന്ന് പറയുന്നതിനകത്ത് അഹന്ത മാത്രമേ ഉള്ളൂ. ആ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ അതേ മനോഭാവം പുലർത്തുന്ന എല്ലാവരോടുമായിട്ടൊരു കാര്യം പോകാൻ പറയാം. വാ നിറയെ ശ്ലോകമുണ്ടായിട്ട് കാര്യമില്ല. അതായത് എന്റെ അറിവിൽ മനുഷ്യർ 3 വിധമാണുള്ളത്: അതിജ്ഞാനികൾ, അല്പജ്ഞാനികൾ, അജ്ഞാനികൾ. ഈ 3 വിഭാഗം മനുഷ്യരിൽ അതിജ്ഞാനികൾ എന്ന് പറഞ്ഞാൽ, അതിജ്ഞാനം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതിരുകടന്ന ജ്ഞാനം അല്ലെങ്കിൽ അപാരമായ പൂർണ്ണമായിട്ടുള്ള ജ്ഞാനമുള്ള മനുഷ്യർ. അവർ ഒരിക്കലും സമൂഹത്തിൽ അധികമായി കാണില്ല. പ്രത്യക്ഷത്തിൽ അവരെ നവമാധ്യമങ്ങളിൽ കാണാൻ സാധിക്കില്ല. അവർ പൊതുവേദികളിൽ സംസാരിച്ചു കൊണ്ട് നടക്കില്ല. കാരണം അവർ ജീവിതത്തിന്റെ പൊരുൾ അറിഞ്ഞ ആൾക്കാരാണ്. അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവിൻ്റെ ആ അസൽ തനിമയോടുകൂടിയുള്ള അറിവ് അവർ ആർജിച്ചവരാണ്. അവർക്ക് ജീവിതത്തെക്കുറിച്ചറിയാം, പ്രപഞ്ചത്തെക്കുറിച്ചറിയാം, അറിവിനെക്കുറിച്ചറിയാം. ആത്മീയ തലങ്ങളിലുള്ള അവരുടെ അന്വേഷണം, അതിൻ്റെ പഠനം, അതിൻ്റെതായിട്ടുള്ള മനസ്സിലാക്കൽ, അതിൻ്റെതായിട്ടുള്ള എല്ലാ നിലയിലും ഒരു ആത്മീയ കാര്യങ്ങളിൽ അപാരമായിട്ടുള്ള അറിവ് അവർ നേടിയെടുത്തു കഴിഞ്ഞ മനുഷ്യരാണ്. സ്വാഭാവികമായിട്ടും അവർ ഒരിക്കൽ പോലും ആരുടെ അടുത്തും അവരുടെ അറിവ് പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കില്ല. അവർക്ക് അറിവെന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ള, അവനവനിൽ തന്നെ കൂടുതലായിട്ട് തിളങ്ങിയും വിളങ്ങിയും നിലകൊള്ളാനുള്ള ഒരു ബോധമേ അവരുടെ ഉള്ളിലേക്ക് അവരുടെ അപാരമായിട്ടുള്ള അറിവ് എത്തിക്കുള്ളൂ. അവർ ഒരിക്കലും സമൂഹത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കില്ല. അവരുടെ ഉള്ളിലാണ് സമൂഹമുള്ളത്. രണ്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ അറിവുള്ളവരിൽ നിന്നൊന്നും തന്നെ അല്പജ്ഞാനികൾക്ക്, ഈ അല്പജ്ഞാനികളെ തിരുത്താൻ ഒരു കാരണവശാലും പൂർണ്ണമായി ജ്ഞാനമുള്ള മനുഷ്യർ ശ്രമിക്കില്ല. അജ്ഞാനികളെ കുറിച്ച് അവർ വേവലാതിപ്പെടാനേ പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ രമ്യ 5612 എന്ന് പറയുന്ന അല്പജ്ഞാനിക്ക് ഒരു പൂർണ്ണജ്ഞാനി ഒരിക്കലും തിരുത്തലായി മാറില്ല എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം അവർ ആരെയും പാഠം പഠിപ്പിക്കാൻ നടക്കില്ല. ഏത് പൂർണ്ണജ്ഞാനമുള്ളവർ, അറിവിന്റെ നിറകുടമായവർ, അവർ തുളുമ്പില്ല. അവർ ആരെയും പരിഹസിക്കാൻ പോവില്ല. അവർ ആരെയും തിരുത്താൻ പോവില്ല. അതുകൊണ്ട് ഈ അല്പജ്ഞാനിയായിട്ടുള്ള രമ്യയെ പോലുള്ള ആളുകൾക്ക് പൂർണ്ണജ്ഞാനികളിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ പോങ്ങൻ അജ്ഞാനികളുടെ ഗണത്തിൽപ്പെട്ട ഒരാളാണ്. ശുദ്ധ പോങ്ങൻ, അറിവില്ലാത്തവൻ. അതുകൊണ്ട് അറിവില്ലാത്തവർ തീർച്ചയായിട്ടും അല്പജ്ഞാനികളെ എപ്പോഴും അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും. അറിവില്ലാത്ത അജ്ഞാനികളായിട്ടുള്ള ആളുകളുടെ ഒരു വലിയ ഗുണം, പോങ്ങന്മാരുടെ ഒരു വലിയ ഗുണമെന്ന് പറയുന്നത് അവർ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. കാരണം അവർക്ക് എല്ലാത്തിനെയും കുറിച്ചും കൗതുകമുണ്ടാവും, എല്ലാത്തിനോടും ഒരു ആകാംക്ഷയുണ്ടാവും. ഒരുപക്ഷെ അവരുടെ ബൗദ്ധിക ശേഷിയുടെ അഭാവം കൊണ്ട്, പശമയില്ലാത്ത ബുദ്ധി കൊണ്ട് അവർക്ക് കാര്യങ്ങൾ തലയിൽ നിൽക്കില്ല എന്നുണ്ടെങ്കിൽ കൂടി അവർ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കും, വിശകലനം ചെയ്തുകൊണ്ടിരിക്കും. അജ്ഞാനികൾ കേട്ടിട്ട് ദഹിക്കുന്നില്ല അല്ലേ? ശരിക്കും സത്യമാണ്. ഈ സമൂഹം അജ്ഞാനികൾ എന്ന് കൽപ്പിച്ചിട്ടുള്ളവരെയൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. അവരൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറച്ച് ബലമുള്ളവരായിരിക്കും. അല്പജ്ഞാനികൾ അങ്ങനല്ല. അവരിങ്ങനെ തുളുമ്പിക്കൊണ്ടേയിരിക്കും, ശബ്ദമിട്ടുകൊണ്ടേയിരിക്കും. അതാണ് ഈ രമ്യ 5612 ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ഭാരതത്തിൽ മറ്റു മതങ്ങൾ
ഒന്നും ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ള ഒരു കാലത്ത്, പൗരാണിക കാലത്ത് ഇവിടെ രചിക്കപ്പെട്ടിരിക്കുന്ന മഹത് ഗ്രന്ഥങ്ങൾ അതൊക്കെ വായിച്ചു തീർക്കാൻ ഒരു ജന്മം പോരാ. അതൊന്നും പഠിച്ചു മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് ഈ ഭാരത മണ്ണിൽ ജനിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഭാരതത്തിന്റെ മണ്ണിൽ ജനിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ പുണ്യമാണ് എന്ന് വിചാരിക്കുന്നത്. കുറച്ച് കടത്തി പറയുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനല്ല. അജ്ഞാനിയായിട്ടുള്ള പോങ്ങന് പോലും ഇവിടെ അതിജീവനം സാധ്യമാക്കാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ മണ്ണിന്റെ പുണ്യമാണ്. അത് രമ്യ മനസ്സിലാക്കണം. ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ആ വീഡിയോ മുഴുവനായും കേൾക്കാനുള്ള ക്ഷമ നിങ്ങൾക്കുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു വിഡ്ഢിത്തം എന്നോട് പറയാൻ വേണ്ടി നിങ്ങൾ വരില്ലായിരുന്നു 5612 രമ്യേ. കാരണം ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഒരു കാരണവശാലും നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ, മറ്റുള്ളവരുടെ വിശ്വാസങ്ങളിൽ, മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അമിതമായ ഇടപെടലുകൾ, അമിതമായ എന്നുള്ളതല്ല, മിതമായി പോലും ഒരു ഇടപെടലും നടത്താതിരിക്കുക, സഹജീവികളെ മാനിക്കാനുള്ള മര്യാദ കാണിക്കുക, ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സഹജീവിത്വം എന്ന് പറയുന്ന സാമൂഹ്യ ജീവിതം ഗുണപ്രദമാക്കി മാറ്റാൻ, വളരെ ഗുണപരമായിട്ടുള്ളൊരു സാമൂഹ്യ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ജാസ്മിൻ ജാഫർ ആ വ്യക്തി അവിടെ വന്ന് അങ്ങനെയുള്ള ഒരു റീൽസ് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രമാത്രമാണ്. ദേവാലയം എന്ന് പറയുന്നത് ഒരു വിനോദശാലയല്ല. ദേവാലയം എല്ലാവർക്കും ഉള്ളതല്ല. ദേവാലയങ്ങൾ വിശ്വാസികൾക്കുള്ളതാണ്. അവിടെ അവർ പോയാൽ മതി. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? വിശ്വസിച്ചോളൂ. നിങ്ങൾ അവിശ്വാസിയാണോ? അവിശ്വസിച്ചോളൂ. അവിശ്വാസികൾ വിശ്വാസികളുടെ കാര്യത്തിലും വിശ്വാസികൾ അവിശ്വാസികളുടെ കാര്യത്തിലും തലയിടാൻ പോവാതിരിക്കുകയാണ് നല്ലത്. ഇതൊക്കെയാണ് ഇന്നലെ പറഞ്ഞതിന്റെ ചുരുക്കം എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് വാചാലനായി എങ്കിൽ പോലും പല കാര്യങ്ങളും അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. വലിയ സംശയത്തിന് ഇടയൊന്നും കൊടുക്കാത്ത വിധത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളതല്ല, പാടി നടന്നിട്ട് കാര്യവുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഹിന്ദു ആരാണ് എന്നുള്ളത് പോയിട്ട് മനുഷ്യൻ ആരാണ് എന്ന് പോലും മനസ്സിലാക്കാൻ നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള പഠനം കൊണ്ട് കഴിയില്ല. നിങ്ങൾ ഭാഗവതം വായിച്ചത് കൊണ്ടോ രാമായണം വായിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഇക്കണ്ട വേദങ്ങളിലെയും ഉപനിഷത്തുകളിലെയും മുഴുവൻ ശ്ലോകങ്ങൾ അങ്ങനെ കാണാപാഠമാക്കി അതെല്ലാം നാവിൽ നിന്ന് ഇങ്ങനെ സമൂഹത്തിലേക്ക് തുപ്പിക്കൊണ്ടിരുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പൊരുളാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഒന്നുമില്ല പ്രശ്നം. ഒന്നും ഈ പ്രപഞ്ചം മുഴുവൻ തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു ഹൈന്ദവൻ, അവനെ സംബന്ധിച്ചിടത്തോളം ഒന്നിലും അശുദ്ധി കാണില്ല. അമേദ്യത്തിൽ പോലും ഭഗവാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു തലത്തിലേക്ക് നിങ്ങളങ്ങ് മാറിപ്പോകും. പക്ഷെ അത്രത്തോളം ഉയരം നിങ്ങൾക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് രമ്യ 5612 കുഞ്ഞു കുഞ്ഞു ശ്ലോകങ്ങളൊക്കെ ഇങ്ങനെ വിസർജിച്ചുകൊണ്ട് ഇതുവഴി നടക്കുന്നത്. പക്ഷെ നമ്മൾ എന്താ പറയുന്നത്? ഒരു ആചാരം, അനുഷ്ഠാനം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഭഗവാന് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് മനുഷ്യർക്ക് വേണ്ടിയാണ്.